ഇത്തവണ കപ്പടിക്കുന്നത് ഏത് ടീമാകും? ഫുട്ബോൾ ലോകം തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ചോദ്യമാണ് ആർക്കാകും കിരീടം കിട്ടുക എന്ന്. പ്രവചനത്തിന് യാതൊരു റോളും ഇല്ല, കാരണം കളി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ എയുടെ പ്രവചനം എന്തായിരിക്കും നോക്കിയാലോ. ഈ ലോകകപ്പ് നേടുന്ന പറയുന്ന ടീം ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ടൂളുകൾ സജീവമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പാണ് ഇപ്പം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടൂളുകളോട്, ജെമിനി, ChatGPT, ക്ലൗഡ്, ഈ 3 ടൂളുകളോട് ചോദിച്ചു നോക്കാം നിങ്ങളുടെ വിലയിരുത്തലിൽ ഏത് ടീമിനാണ് ഫുട്ബോൾ ലോകകപ്പ് നേടാൻ സാധ്യത കൂടുതലെന്ന്. നമ്മൾ 3 ടൂളുകളോടും ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പിൽ വിജയസാധ്യത ഏത് ടീമിനാണെന്ന് 40 ടീമുകളുടെയും സ്ക്വാഡിനെ വിശകലനം ചെയ്തിട്ട് പറഞ്ഞു തരാമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് ജെമിനിയുടെ ചോദിക്കാം. ജെമിനിയുടെ ഉത്തരം വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ക്വാഡിൻ്റെ ഡെപ്തും ചരിത്രവും ആ ടീമിൻ്റെ കളിശൈലിയും ഇതെല്ലാം നോക്കിയിട്ടാണ് ഓരോ ടീമിൻ്റെയും സ്ക്വാഡിനെ വിലയിരുത്തിയിട്ട് സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ അവർ ആദ്യമായിട്ട് പ്രധാന ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് ഫ്രാൻസിനെയാണ്. ഫ്രാൻസിൻ്റെ സ്ക്വാഡ് കരുത്ത് ലോകകപ്പിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന അറ്റാക്കിംഗ് നിര ഫ്രാൻസിൻ്റെതാണെന്നാണ് ജെമിനി പറയുന്നത്. കിലിയൻ എംബാപ്പയ്ക്കൊപ്പം മൈക്കൽ ഒലീസ്, ബ്രാഡ്ലി, ബാർക്കോള, ഉസ്മാൻ ഡെംബാലെ, മാർക്സ് തുറാം തുടങ്ങിയ താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ക്വാഡ് വലിയ കരുത്തുള്ള സ്ക്വാഡാണ്. മറ്റു ടീമുകളെക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറ്റാക്കിങ്ങിലും എല്ലാത്തിലും നോക്കുമ്പോൾ ഒരു പടി മുന്നിൽ ഫ്രാൻസ് എന്നാണ് ജെമിനി പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ തന്ത്രം പ്രതിരോധത്തിൽ കാൻഡിയെ പോലുള്ള പരിചയസമ്പന്നനെ നിലനിർത്തിക്കൊണ്ട് കടുത്ത അറ്റാക്കിംഗ് ഗെയിം കളിക്കുക എന്നതാണ് ഫ്രാൻസിൻ്റെ തന്ത്രം. പരിശീലകൻ്റെ ശൈലിയും സ്ക്വാഡിൻ്റെ ആഴം വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിന് സാധ്യത കൂടുതലാണെന്ന് ജെമിനി പറയുന്നു. ഫ്രാൻസിന് പുറമെ രണ്ടാമതെന്ന് പറയുമ്പോഴും നിലവിലെ പവർ റാങ്കിങ്ങിൽ മുന്നിലായിട്ട് സ്പെയിനിൻ്റെ പേരാണ് ജെമിനി ഇരുന്നത്. ഇവരുടെ സ്ക്വാഡ് കരുത്ത് റോഡ്രി, പെദ്രി, ഫാബിയൻ റൂയിസ് എന്നിവരടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് ത്രയമാണ് സ്പെയിനിൻ്റെ കരുത്ത്. ലമീൻ യമാൽ പോലുള്ള യുവതാരങ്ങളുടെ സാന്നിധ്യം വിങ്ങുകളിൽ മൂർച്ച കൂട്ടുന്നുള്ള കാര്യവും ജെമിനി വിശകലനം ചെയ്യുന്നുണ്ട്. പന്ത് കൈവശം വെച്ചുള്ള മികച്ച പാസിംഗ് ഗെയിമും പ്രസിംഗും നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ അവർ ഏറ്റവും സ്ഥിരതയാർന്ന ഫോമിലാണെന്നതാണ് ഇവരുടെ തന്ത്രത്തിൻ്റെയും ഒരു കരുത്തിൻ്റെയും കാരണമായിട്ട് ജെമിനി പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആരാധകരുള്ള അർജൻറ്റീനയുടെ പേര് 3ാമതായിട്ടാണ് നമ്മുടെ ജെമിനി നിൽക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ കരുത്ത് ലയണൽ മെസ്സിയുടെ കാലുകളിൽ തന്നെയാണ്. മെസ്സിയുടെ അവസാന ലോകകപ്പ് അവൻ സാധ്യതയുള്ളതിനാൽ ടീം ഒന്നടങ്കം വലിയ ആത്മവിശ്വാസത്തിലാണെന്നാണ് ജെമിനി പറയുന്നത്. ലൗട്ടാരോ മാർട്ടിനസ് അടക്കമുള്ള താരങ്ങൾ മികച്ച ഫോമിലാണ്. വളരെ ഒത്തൊരുമയുള്ള ഒരു സ്ക്വാഡാണെന്നും അർജൻറ്റീനയെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രസീലിനെ നമുക്കറിയാം, അർജൻറ്റീന കഴിഞ്ഞ ബ്രസീലാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. അപ്പം ബ്രസീലിൻ്റെ റാങ്കിങ് ഇംഗ്ലണ്ടിനൊപ്പം 4ാമതാണ് ജെമിനി കൊടുത്തേക്കുന്നത്. ബ്രസീലിൻ്റെ ആൻസലോട്ടിയുടെ കീഴിൽ ബ്രസീൽ കടുത്ത ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ എന്നിവയുടെ അറ്റാക്കിംഗ് കരുത്തുണ്ടെങ്കിലും പ്രതിരോധത്തിലെ ചില പിഴവുകൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ തോമസ് ടുഫേൽ പരിശീലനം എത്തിയതോടെ ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷയിലാണെന്നും ഹാരി കെയ്ൻ നയിക്കുന്ന മുന്നേറ്റ നിര ശക്തമാണെങ്കിലും കെയ്നിൻ്റെ ഫോമിനെ ടീം അമിതമായി ആശ്രയിക്കുന്നത് തിരിച്ചടിയായേക്കാമെന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആദ്യത്തെ 4 ടീം, അതായത് ഫ്രാൻസ്, സ്പെയിൻ, അർജൻറ്റീന, ഇംഗ്ലണ്ട്, ബ്രസീൽ, ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇനി ഇതേ ചോദ്യം ChatGPTയോട് ചോദിക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പിൽ വിജയസാധ്യത ഏത് ടീമിനാണെന്ന് 48 ടീമുകളുടെയും സ്ക്വാഡ് വിശകലനം ചെയ്ത് പറയാൻ വേണ്ടി പറയുമ്പം അവർ ആദ്യം തന്നെ നമുക്കൊരു ഒരു റാങ്കിങ് ഇട്ടിട്ട് 8 ടീമുകൾ തരികയാണ്, ഒരു ശക്തിക്രമം എന്ന രീതിയിൽ പറയുന്നത്. ഒന്നാമത്തത് സ്പെയിനിൻ്റെ പേരാണ് ChatGPT പറയുന്നത്. സ്പെയിൻ, ഫ്രാൻസ്, അർജൻറ്റീന, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ബ്രസീൽ, ജർമ്മനി, നെതർലൻഡ്സ് എന്നിങ്ങനെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ജെമിനി കണ്ടു, ഫ്രാൻസും സ്പെയിൻ തന്നെയാണ് 1, 2. ഇവിടെ വരുമ്പോഴേക്കും തന്നെയാണ് സ്പെയിൻ 1, ഫ്രാൻസ് 2, അർജൻറ്റീന ഇവിടെയും 3ാമത് വരുന്നത്. 4ാമത് ഇംഗ്ലണ്ട്, 5ാമത് പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ പോർച്ചുഗലിന് പിന്നെ 6ാം സ്ഥാനത്ത് മാത്രമേ ChatGPT ബ്രസീലിന് കൊടുക്കുന്നുള്ളൂ. സ്പെയിനിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്നതാണ് ഇവർ പറഞ്ഞത്. ലമീൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളും മിഡ്ഫീൽഡ് നിയന്ത്രണവും ടീമിൻ്റെ ബാലൻസും അവരുടെ പ്രധാന ഫേവറേറ്റ് ആക്കുന്നത് എന്നാണ് ChatGPT പറയുന്നത്. ഫ്രാൻസിന് ഏറ്റവും ശക്തമായ സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെന്നുള്ള കാര്യവും ChatGPT എടുത്തു പറയുന്നുണ്ട്. ഇതിലിവർ ഒരു കിരീട സാധ്യത വിലയിരുത്തൽ ഒരു ശതമാനം ഇട്ട് നമുക്ക് പറയുന്നുണ്ട്. അതിൽ സ്പെയിൻ 15 തൊട്ട് 18% വരെ സ്പെയിനിന് സാധ്യത പറയുന്നുണ്ട്. ഫ്രാൻസിന് 13 തൊട്ട് 16% വരെയാണ് പറയുന്നത്. അർജൻറ്റീനക്ക് 10 മുതൽ 13% വരെയും, ഇംഗ്ലണ്ടിന് 9 മുതൽ 12%, പോർച്ചുഗലിന് 7, 10, ബ്രസീലിന് 6, 9 എന്നിങ്ങനെയാണ് പോകുന്നത്. 6 തൊട്ട് ജർമ്മനിക്ക് 5 തൊട്ട് 8 ഒക്കെയാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു വിലയിരുത്തലായിട്ട് വരുന്നത്. ഇതിലൊരു ഏറ്റവും ലാസ്റ്റ് ഒരു വെർഡിക്റ്റ് ആയിട്ട് പറയുന്നത് ചാമ്പ്യൻ ആവുക സ്പെയിൻ, 2026 ഫുട്ബോൾ ലോകകപ്പ് ഇടുക സ്പെയിൻ ആയിരിക്കുമെന്നാണ് ChatGPT പറയുന്നത്. റണ്ണേഴ്സ് ആവുക, 2ാമതെത്തുക ഫ്രാൻസ് ആയിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ സെമി ഫൈനലിലേക്ക് അർജൻറ്റീന, ഇംഗ്ലണ്ട് ഈ 2 ടീമുകളെ തോൽപ്പിച്ചാണ്, അർജൻറ്റീനയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ചാണ് സ്പെയിനും ഫ്രാൻസും ഫൈനലിലെത്തുക. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്പെയിൻ ജയിക്കും എന്നാണ് ഈ നമ്മുടെ ChatGPTയുടെ ഒരു പ്രവചനം. ഇനി 3ാമത്തെ ടൂള്, നമ്മൾ 3 ടൂളിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. 3ാമത്തെ ടൂള് ക്ലൗഡിനാണ് എടുത്തേക്കുന്നത്. ക്ലൗഡിനോട് നമ്മൾ സെയിം ചോദ്യമാണ് ചോദിക്കുന്നത്. സ്ക്വാഡിനെ വിലയിരുത്തിയിട്ട് ഏത് ടീമിനായിരിക്കും വിജയസാധ്യത എന്ന് പറയാൻ വേണ്ടി പറഞ്ഞപ്പം ഇവർ പറയുന്നത് 1ാം ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് സ്പെയിനിനെ തന്നെയാണ്. ChatGPTയെ പോലെ
ക്ലൗഡും പറയുന്നത് സ്പെയിനാണ് വിജയസാധ്യത. 16 മുതൽ 24 വരെ ശതമാനം ജയസാധ്യത സ്പെയിനുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ChatGPTയും സ്പെയിനെ തന്നെയാണ് യമാലിനെ പോലുള്ള താരങ്ങളും സ്ക്വാഡ് കരുത്തൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ രണ്ട് ടൂളുകളും പറയുന്നത്. ഒന്നാമത് ജെമിനിയിലും ഒന്നും പ്രധാന ഫേവറേറ്റ് ആയിട്ട് പറഞ്ഞതും ഈ സ്പെയിനെ തന്നെയാണ്. ഇതിലും രണ്ടാമത് വരുന്നത് ഫ്രാൻസ് തന്നെയാണ്. എംബാപ്പെ, ഡെംബാലെ, ഒലിസ് ഇവരൊക്കെ ചേർന്ന ഫ്രാൻസ് രണ്ടാമതെത്തുമെന്ന് ക്ലൗഡും പറയുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഇതിലും പറഞ്ഞത് ഇംഗ്ലണ്ടിനെയാണ്. നേരത്തെ രണ്ട് ടൂളുകൾ മൂന്നാമതെത്തുന്നത് പറഞ്ഞാൽ അർജൻറ്റീന ആയിരുന്നെങ്കിൽ ഈ ക്ലൗഡ് പറയുന്നത് അത് ഇംഗ്ലണ്ട് ആയിരിക്കും മൂന്നാമതെത്തുക. ഇംഗ്ലണ്ടിന് 12% സാധ്യതയാണ് പറയുന്നത്. ഫ്രാൻസിന് 15 മുതൽ 16 വരെ ശതമാനം പറയുന്നുണ്ട്. പിന്നെ ഇതിൽ 4ാം സ്ഥാനത്തേക്ക് ബ്രസീലിന് പറയുന്നുണ്ട്. ബ്രസീലിനൊരു ശക്തമായ മുന്നേറ്റം കൊടുക്കുന്നൊരു മറ്റൊരു ഇതായിട്ട് വരുന്നത് ബ്രസീലിന് പറയുന്നത് ക്ലൗഡ് 4ാമതെത്തുന്ന പറയുന്നത് 9% മാത്രമാണ് സാധ്യതകൾ പറയുന്നത്. 5ാമതിൽ പോർച്ചുഗലാണ് പറയുന്നത്. പോർച്ചുഗലിന് പിന്നിൽ 6ാം സ്ഥാനത്ത് മാത്രമേ ക്ലൗഡ് അർജന്റീനയ്ക്ക് സാധ്യത കൊടുക്കുന്നുള്ളൂ. പോർച്ചുഗലിന് 8%, പിന്നെ അർജന്റീനയ്ക്കും 8% ശതമാനത്തിലൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. എങ്കിൽ കൂടി 5ാമത് നിൽക്കുന്നത് പിന്നെ നമ്മുടെ പോർച്ചുഗലും 6ാമത് അർജന്റീനയുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരുപാട് ടീമുകളെ കുറിച്ച് അതേപോലെ ശതമാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ AI ടൂളുകൾ നമ്മളിപ്പം എന്തിനും ഏതിനും AIയോട് ചോദ്യം ചോദിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയാണ് ഈ ലോകകപ്പ് നേടാൻ പറ്റുന്ന ഏറ്റവും മികച്ച സാധ്യതയുള്ള ടീം ഏതായിരിക്കും എന്ന്. അപ്പം ഈ 3 ടൂളുകളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശതമാനം തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് സ്പെയിനിന് തന്നെയാണ്. സ്പെയിൻ ആയിരിക്കും ഈ ലോകകപ്പ് നേടുക എന്നാണ് AI ടൂളുകളുടെ പ്രവചനം. രണ്ടാമത് ഫ്രാൻസിന് പറയുന്നു. 2 ടൂളുകൾ 3ാം സ്ഥാനത്തേക്ക് അർജന്റീനയെ പറയുമ്പോൾ മറ്റൊരു ടീമെന്ന് പറയുന്നത് ക്ലൗഡ് പറയുന്നത് ഇംഗ്ലണ്ടിനെയാണ്. ചുരുക്കി പറഞ്ഞാൽ AI ടൂളുകളും AIയുടെ ലോകവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകവും സ്പെയിനിനൊപ്പമാണ്. അവരുടെ സ്ക്വാഡിൻ്റെ കരുത്ത് വെച്ചിട്ടാണ് ഇവരൊക്കെ സ്പെയിനിന് വിശകലനം നൽകുന്നതും സ്പെയിനിന് കൊടുക്കുന്നതും. രണ്ടാമത് ഫ്രാൻസും നമുക്കറിയാം 2018 ചാമ്പ്യന്മാരാണ്. 22 റണ്ണേഴ്സായി 26 വീണ്ടും ശക്തമായി എത്തുന്ന ഫ്രാൻസിന് 2ാം സ്ഥാനം കിട്ടുമെന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലാസിലെ കണക്കുകളും സ്ക്വാഡ് കരുത്തും ഒന്നും എവിടെയും നോക്കില്ല. പരിക്കിൻ്റെ ഇതും ഫുട്ബോളാണ് ഗെയിം വരുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ പ്രവചനത്തിൻ്റെ ഒരു സാധ്യത നമ്മളിപ്പം കടലാസിൽ കണക്ക് വെച്ച് നമ്മളെല്ലാം പ്രവചിക്കാറുണ്ട്. നമുക്ക് ഓരോ ടീമും ഇഷ്ടപ്പെട്ട ടീമൊക്കെ ഉണ്ടാവും, നമ്മൾ പ്രവചിക്കുന്നുണ്ടാവും. അതുപോലൊക്കെ തന്നെ നമ്മൾ നോക്കിയിട്ട് AIയോടൊന്ന് പ്രവചിക്കാൻ പറഞ്ഞപ്പം അവർ ശരിക്കും ഇത് വിശകലനം ചെയ്ത് ഓരോ ടീമിൻ്റെയും 48 ടീം ലോകകപ്പ് കളിക്കുന്ന 48 ടീമുകളുടെയും വിലയിരുത്തിയിട്ടാണ് ഈ ഒരു റാങ്കിങ്ങിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് വന്ന റാങ്കിങ് സ്പെയിനും ഫ്രാൻസും വരുന്ന 1, 2 സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ടീമിൻ്റെ സ്ക്വാഡ് പിന്നെ കരുത്തും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫൈനൽ ഇതുപോലെ തന്നെയാണ് എത്തുമെങ്കിൽ സ്പെയിനും ഫ്രാൻസും ഫൈനലിലേക്ക് എത്തുമോ എന്നും സ്പെയിൻ കപ്പടിക്കുമോ എന്നുള്ള ഒരു കാത്തിരുന്ന് കാണണം. ഏതായാലും ലോകകപ്പ് 7 ടൂളുകൾ നൽകിയിരിക്കുന്നത് സ്പെയിനാണ്. ഇനി കാൽപന്ത് കളിയുടെ കാലിൻ്റെ ശക്തിയോടെ അല്ലെങ്കിൽ തന്ത്രങ്ങളോടെ ഏത് ടീം കളിച്ചെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.